രസികനാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതിൽ ഞാൻ വരുന്നത് ശരിക്കും രസികന് എനിക്ക് ഓഫർ വരുന്ന സമയത്ത് ഞാനിവിടെ എറണാകുളം സെൻറ്റ് ട്രീസസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം രസികനിൽ ഇങ്ങനെ ഒരു ദിലീപിൻ്റെ പുതിയ സിനിമയിലൊരു ഹീറോയിനെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പുതുമുഖങ്ങളൊക്കെ അവർ അന്വേഷിച്ച് നടന്നു. പക്ഷെ ആരെയും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഡയറക്ടർ രഞ്ജിത്താണ് വിളിച്ച് പറഞ്ഞത്. രഞ്ജിത്ത് അങ്കിൾ എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നു. അപ്പം രഞ്ജിത്ത് അങ്കിളാണ് എന്നോട് പറയുന്നത്, ലാൽ ജോസ് ദിലീപിൻ്റെ ഒരു പുതിയ സിനിമയാണ് രസികൻ, അപ്പോൾ അതിലിങ്ങനെ ഒരാളെ വേണം, പോയി നോക്കൂ എന്ന് പറഞ്ഞു. അവർ കാണാൻ വരും, ഹോസ്റ്റലിൽ കാണാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഡയറക്ടർ ലാൽ ജോസ്, ലാലേട്ടനും ക്യാമറമാൻ രാജീവേട്ടനും എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ തന്നെ കാണാൻ വന്നു. കണ്ടിട്ട് ഒരു ഫോട്ടോ സെഷൻ ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പിറ്റേ ദിവസം തന്നെ ഒരു ഫോട്ടോ സെഷൻ ചെയ്തു. അതിനടുത്ത ദിവസം തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയായിരുന്നു. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് സിനിമയിലേക്ക് ഞാൻ പെട്ടെന്നുള്ള എൻട്രി ആയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ക്യാരക്ടറായിരുന്നു അതിൽ തങ്കി. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടറായിരുന്നു. അതിലേക്കുള്ളൊരു എൻട്രി ശരിക്കും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നെ ഓഡിയൻസ് ഇപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇപ്പോഴും എന്നെ തിരിച്ചറിയുന്നത് ദിലീപിൻ്റെ നായിക, രസികൻ്റെ നായിക എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ രസികൻ കഴിഞ്ഞ് ഞാൻ ചെയ്തത് ചന്ദ്രോത്സവമാണ്. ചന്ദ്രോത്സവത്തിൽ എൻ്റെത് വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ലാലേട്ടൻ, രഞ്ജിത്ത് അങ്കിളിനെ പോലെയുള്ളൊരു വലിയൊരു ടീമിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ് ഞാൻ. ചന്ദ്രോത്സവം കഴിഞ്ഞ് ഞാൻ ചെയ്തത് നേരറിയൻ CBI ആണ്. മധുസാർ ഡയറക്ട് ചെയ്തിട്ട് മമ്മൂക്കയുടെ CBI ഡയറക്ടറിൻ്റെ 4ാമത്തെ ഭാഗമായിരുന്നു. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ മൈഥിലി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. സിനിമയിൽ എൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു സേതുരാമനായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം CBI ശരിക്കും ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വരെ എടുത്തിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഇതിൻ്റെ ഒരു 4ാമത്തെ ഭാഗത്തിൽ എനിക്കൊരു അംഗമാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ അപ്പോൾ ആദ്യത്തെ സിനിമയായിരുന്നു. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോട്ടം ചെയ്തത്. നോട്ടം ശരിക്കും ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയായിരുന്നില്ല. അതിൽ കൂടിയാട്ടത്തിന് ബേസ് ചെയ്തെടുക്കുന്ന ഒരു കുറച്ച് റോക്ക് ബീറ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിലങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഒരു വ്യത്യാസം എങ്ങനെ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ശരിക്കും അത് ഞാൻ ചെയ്യാൻ സമ്മതിച്ചത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരുപാട് എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അതിലൊരു പാട്ട്, പച്ചക്കണ്ണിൻ കത്ത എന്നുള്ള പാട്ടാണ് എനിക്ക് ഭയങ്കര നല്ലൊരു പേര് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും എൻ്റെ കരിയറിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. നല്ല ക്യാരക്ടറായാലും അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ടുള്ളവർ ഭയങ്കര അഭിപ്രായം പറയും. ആ സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് നല്ല ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടം ഒരു നല്ലൊരു നല്ല ബ്രേക്ക് തന്നൊരു സിനിമയായിരുന്നു. പിന്നെ നോട്ടം കഴിഞ്ഞ് പുലിജന്മം ഒരു പക്ക ആർട്ട് ഫിലിമായിരുന്നു. അത് പ്രിയനന്ദൻ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ ഞാൻ വളരെ ചെറിയൊരു വേഷമാണ് ചെയ്തത്. മുരളിച്ചേട്ടനാണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ സിസ്റ്ററായിട്ടൊരു വേഷമായിരുന്നു. അതൊരു ഗസ്റ്റ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു ചെറിയ ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു വേഷമായിരുന്നു അത്. അപ്പം ആർട്ട് ഫിലിമുകൾ ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുള്ളത് കാരണം ആർട്ട് ഫിലിമിനോടാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സിനിമയാണ് അത്. എൻ്റെ അടുത്ത് എന്നെ തേടിയിട്ട് ഒരു ഓഫർ വരുമ്പോൾ അത് ആർട്ടാണോ കമേഴ്ഷ്യലാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. നല്ല ക്യാരക്ടറാണോ നല്ല ടീമാണോ എന്ന് നോക്കിയിട്ട് അത് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ സെലക്ട് ചെയ്ത ആർട്ട് ഫിലിംസ് മാത്രം ചെയ്യുന്നതൊന്നുമില്ല. അത് വരുന്ന പോലെ ചെയ്യുന്നതാണ്.